Hi friends, welcome to my channel. ഇന്ന് നമ്മൾ കിച്ചണിൽ റവ കേസരി തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ റവ കേസരിക്ക് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റവ മാറ്റി വെക്കണം, അതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ 1 കപ്പ് റവ ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. ഇനി അതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. അത് ചൂടായി വരുമ്പോൾ പാത്രം ചൂടായപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. ഇനി തുടരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കൊന്നും വേണ്ട, എന്നാലും ഏകദേശം ഒന്ന് വറുത്തെടുക്കണം. എന്നാലും ബ്രൗൺ കളറൊന്നും ആയി വരണ്ട. അപ്പോൾ കട്ടയില്ലാതെ നമുക്കതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളതൊക്കെ ചെയ്യുന്നറിയാം, എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ഇന്നും മോർണിംഗിൽ നമ്മളുടെ ചാനലിൽ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുമല്ലോ. അങ്ങനെ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് നെയ്യിൽ തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നെയ്യ് നല്ലോണം വേണം കേട്ടോ ഇതിന്. അപ്പോൾ നെയ്യിൽ തന്നെയാണ് നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഉപ്മാവിനൊക്കെ വറക്കുമ്പോൾ നെയ്യില്ലാതെ നമ്മൾ റവ വറക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പലഹാരമാണിത്. ഇനി നമുക്കതൊന്ന് വേറെ പാത്രത്തിലേക്ക്, അപ്പോൾ ഇത്രയും മതി, വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചു. ഇനി അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് വേണ്ട, 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നന്നായിട്ട് ഈ വെള്ളത്തിൽ കിടന്നൊന്ന് മെൽട്ടായി വരണം. മെൽട്ടായി വരുന്ന ആ ഒരു സമയം തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മധുരവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം ഒന്ന് കിടന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇത് നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കുന്നൊന്നും പേടിക്കാനില്ല. ഇനി അതിൽ ഞാൻ റെഡ് കളറാണ്, ഓറഞ്ച് കളറാണ് ഉപയോഗിക്കുന്നത്. ഓറഞ്ച് റെഡ് കളർ കേട്ടോ, അതാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് ഇനിയിപ്പോൾ കളർ ഇല്ലെങ്കിലും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. കളർ ചേർക്കണം എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നില്ല, എന്നാലും വീഡിയോയ്ക്കൊക്കെ ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടി ഞാനിത് ചേർത്തത്. ഇനി എപ്പോഴും യെല്ലോ കളറൊക്കെയാണ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന ഈ റവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോഴേക്കും നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നെയ്യ് ചേർത്ത് നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് റവ കേസരി. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. കളറൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ചേർക്കാം. കളർ ചേർക്കാതെ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ വീട്ടിലെ ആവശ്യങ്ങൾക്കാണെങ്കിൽ കളർ ചേർക്കാതെ തന്നെയാണ് നല്ലത്. ഇനി ഈ സമയം നമുക്ക് കാഷ്യൂ കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും അതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എൻ്റെ കയ്യിലിപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. ഇനി നമ്മളൊരു ബൗളിലേക്ക്, ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് ഗ്രീസ് ചെയ്ത് എണ്ണ തടവിയൊക്കെ വയ്ക്കുക. നമ്മൾ ഈ തയ്യാറാക്കിയിരിക്കുന്ന കേസരി അതിലേക്ക് അല്പമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഏത് മോൾഡിൽ വേണമെങ്കിലും ഏതൊരു പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് അത് ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ നമുക്കിത് കിട്ടും. ഹൽവ പോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ? അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന റവയുടെ മിക്സ് എല്ലാം ഇതിൽ ഈ ബൗളിൽ നിറച്ച് ഫില്ലാക്കി ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു മണിക്കൂറൊക്കെ നേരം വെച്ചാൽ മതിയാവും. ചൂടാറിയതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാൽ ഇതേ ഷേപ്പിൽ തന്നെ കിട്ടും. കാരണം നമ്മൾ എണ്ണ തടവി നെയ്യ് തടവിയിട്ടാണല്ലോ നമ്മളിതിൽ ഫില്ല് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേഗം നമുക്ക് കിട്ടും, ഡിമോൾഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു ബൗളിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ റവ കേസരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.